ഈ കുതിരക്കളിയൊക്കെ നിർത്തണം. എത്ര വിചാരിച്ചിട്ട് ഈ കളി തുടങ്ങില്ല? എത്ര വിചാരിച്ചിട്ടാ ഈ കളിയൊക്കെ നിൽക്കാൻ വലിയ പണിയില്ലാന്ന്. നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ പൈക്ക് വെച്ചിട്ട് കാലിനോ കൈക്കോ പൈക്ക് വെച്ചിട്ട് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ പറയാണ് ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്താലോ എന്നുണ്ട്, ടെസ്റ്റ് കൊടുത്താലുണ്ട്, പ്രശ്നമൊന്നുമില്ല, വേദന ക്യാൻസർ സെന്ററിലേക്ക് പോയി എന്ന് പറയലോട് തീർന്ന് എങ്ങനെ നമ്മൾ ജീവിതം തീർന്ന്. ഇനി നിന്റെ ഒരു ജീവിതത്തിൽ നീ ഇൻസ്റ്റ തുറക്കില്ല, നീ യൂട്യൂബ് തുറക്കില്ല, എത്ര ദിക്കറും സ്ഥലത്ത് എത്ര നേർച്ചുണ്ടാവും, എന്തെല്ലാം വലിയ എത്ര ഉണ്ടാവും, തീർന്ന് ക്യാൻസർ എന്നല്ല ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്താലോ എന്ന് വാർച്ചയോട് പോയി തീർന്ന്. ആരോടെ ഇരിക്കും പുറക്കെ എത്ര കാലം ഈ കട്ടൗട്ടും ഫ്ലക്സൊക്കെ കെട്ടാൻ മേലെ കയറിയില്ലേ? അർജന്റീന ഫ്രണ്ട്സ് പുറത്തില്ലേ അല്ലേ? നീ താഴെ ഇറങ്ങും ഒരു ദിവസം. ഒരു വേൾഡ് കപ്പ് കഴിഞ്ഞാണെങ്കിലും മുമ്പാണ് ഗ്രൗണ്ട് ഫ്ലോറിലല്ല ഉദ്ദേശിച്ചത്, കുറച്ചുകൂടി താഴെ കവറിൽ. അങ്ങനത്തെ സെലിബ്രേറ്റഡ് ടീമില്ല, ഫാൻസ് അസോസിയേഷൻ ഇല്ല, ആരുമില്ല. റെഡ് സിഗ്നൽ കത്തി കാർ നിർത്തി, ട്രാഫിക്കല്ലേ റെഡ് സിഗ്നൽ കത്തി കാർ നിർത്തി. ഉണ്ടായ സംഭവം കാണുന്നു. കുറച്ച് പച്ച ലൈറ്റ് കത്തി കാർ പോകാൻ നോക്കുമ്പോൾ മുമ്പിന്റെ കാർ പോകുന്നത് ഒരു ഹോൺ അടിച്ചു, ചൂടായി മയിലുണ്ട്. ഡോർ തുറന്നിട്ട് മുമ്പിന്റെ കാർ ചൂടാൻ വേണ്ടി പോകുമ്പോൾ മുമ്പേ കൈ സ്റ്റേറിംഗിന്റെ മേലുണ്ട്, സീറ്റ് വെച്ചാൽ തല ചെയ്തിട്ടുണ്ട്, ചുവന്ന പച്ച ലൈറ്റിന്റെ ഇടയിൽ മരിച്ചിട്ടുണ്ട്. ഇത്രയുള്ള കൂട്ടുകാരെ, ഇത്രയുള്ളൂ. എത്ര കാലം നിർത്തണ്ടേ? നമുക്ക് ഇതൊക്കെ നിർത്തണ്ടേ? കുറേ ചെയ്തില്ലേ? മതിയില്ലേ? നിർത്തണ്ടേ? നിർത്തണം, നമുക്കതിൽ കഴിയണം. യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തിലെ മുഴുവൻ അവയവങ്ങളും നമുക്ക് എതിരായിട്ട് സാക്ഷിക്കൂലേ ആഹൃത്തില്?